10 ലക്ഷം രൂപ അനിൽകുമാർ അയ്യപ്പന് ഞാൻ നൽകും ഖുറാൻ ബാൻ ചെയ്യണം എന്ന കോടതി വിധി കാണിച്ചാൽ. ആ കോടതി വിധിയിൽ എവിടെങ്കിലും ഖുറാനോ ഖുറാനിലെ ഏതെങ്കിലും വേഴ്സോ ബാൻ ചെയ്യണമെന്ന് കോടതി വിധി കാണിച്ചിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ പറയുന്ന സമയത്ത് ഞാൻ കൊണ്ടുതരും. സംവാദത്തിൽ തേഞ്ഞൊട്ടി തോറ്റതിന് എന്നോട് കലി തീർത്തിട്ട് കാര്യമുണ്ടോ? അങ്ങേക്കെതിരെ വ്യാപകമായി പല ആൾക്കാരും വിമർശിച്ച് വീഡിയോ ചെയ്തതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പച്ച കള്ളകൾ സ്റ്റേജിൽ വന്ന് പറഞ്ഞ ആൾക്കാർ പച്ചയ്ക്ക് പിടിക്കില്ലേ? ഞാൻ ആദ്യം ഇതിന് മറുപടി നൽകാൻ വീഡിയോ ചെയ്യേണ്ടത് വിചാരിച്ചാൽ 2-3 വീഡിയോ ആയിട്ട് പുള്ളി സംവാദത്തിൽ മുട്ടിടിച്ച് രാഹുൽ ഈശ്വർ അവിടെ മുട്ടിടിച്ച് വേർത്തത് ആരാണെന്ന് എല്ലാവരും കണ്ടതാണ്. അവിടെ ബബ്ബ അടിച്ചത് ആരാണെന്ന് എല്ലാവരും കണ്ടതാണ്. എന്നിട്ട് ഇപ്പം പുള്ളി പുതിയൊരു ന്യായീകരണം ഇറങ്ങിയിരിക്കുകയാണ് ഈ വീഡിയോയിൽ. പുള്ളി പറയുന്നത് രാഹുൽ ഈശ്വർ പറഞ്ഞത് ഖുറാനിലെയും ബൈബിളിലെയും യേശുവിനെ കുറിച്ചല്ലെന്ന്. എൻ്റെ സഹോദര, ബൈബിളിലെയും ഖുറാനിലെയും യേശുവിനെ കുറിച്ചല്ലേ നമ്മളെല്ലാം സംസാരിച്ചത്? പോപ്പ് സംസാരിക്കുന്ന പോപ്പിന്റെ വീട്ടിനടുത്ത് വേറെ ഏതെങ്കിലും യേശു ഇരിപ്പുണ്ടോ? പോപ്പ് യഥാർത്ഥത്തിൽ സംസാരിക്കുന്ന ഇതേ യേശുവിനെ കുറിച്ചല്ലേ? പോപ്പ് യഥാർത്ഥത്തിൽ ഖുറാനിലുള്ള ഈ യേശുവിനെ പഠിച്ചിട്ടല്ലേ പറഞ്ഞത് രണ്ടും ഒരേ യേശു ആണെന്ന്? പക്ഷേ പോപ്പിന്റെ യേശുവിനെ കുറിച്ചാണ് രാഹുൽ പറഞ്ഞത്. പോപ്പിന് വേറെ ഏതെങ്കിലും യേശു ഉണ്ടോ? അനിൽകുമാർ അയ്യപ്പനും രാഹുൽ ഈശ്വരനും വേറെ ഏതെങ്കിലും യേശു ഉണ്ടോ? ലോക ചരിത്രത്തിൽ കന്യാമറിയത്തിനും കന്യായ അമ്മയ്ക്കും ജനിച്ച വേറെ ഏതെങ്കിലും യേശു ഉണ്ടോ? സംവാദത്തിൽ തേഞ്ഞൊട്ടി എന്ന് പറഞ്ഞ് എന്നോട് ദേഷ്യം കാണിച്ചിട്ട് എന്താ കാര്യം? ഞാൻ ഇത്ര സ്ട്രോങ് ആയി ചെയ്യേണ്ട ആദ്യ ദിവസങ്ങളിൽ വേണ്ടാന്ന് വിചാരിച്ചാണ്. പക്ഷേ പിന്നീട് ഇദ്ദേഹത്തിന് ഏറ്റ അപമാനം കൊണ്ടാകാം ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരും ഒക്കെ സംവാദത്തിൽ തോൽവി സമ്മതിച്ച രാഹുൽ ഈശ്വർ എന്നിട്ട് താഴെ അവര് കൂടെ ഇതിന് ചിരിച്ചിട്ടിട്ടുണ്ട്. അനിൽകുമാർ അയ്യപ്പൻ സ്വയം ട്രോൾ ചെയ്തായിരിക്കും. ഇങ്ങനെ കള്ളം പറഞ്ഞാൽ ദൈവം സഹിക്കൂ? ഇങ്ങനെ നിങ്ങളൊക്കെ ദൈവവിശ്വാസികളല്ലേ? നമ്മളെല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ലേ? നിങ്ങളൊക്കെ യേശുവിൽ വിശ്വസിക്കുന്നവരല്ലേ? ഇത്രയും പച്ച കള്ളം പറഞ്ഞാൽ സമ്മതിക്കും? എന്നിട്ട് പുള്ളി പറയാണ് ഞാൻ പുള്ളിയുടെ വീഡിയോ വെട്ടിയിട്ടു എന്ന്. പുള്ളി ഇപ്പോഴും പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ക്രിസ്ത്യാനികൾ ആലോചിച്ച് നോക്കണം, എന്തൊരു പച്ച കള്ളമാണ് ഈ മനുഷ്യൻ പറയുന്നത്. ഒരു കോടതി വിധിയെ പോലും ഒരു മര്യാദയും മാന്യതയും ഇല്ലാതെ ദുർവ്യാഖ്യാനം ചെയ്ത് പോവുക. എന്താണ് അനിൽകുമാർ അയ്യപ്പൻ പറഞ്ഞത്? അനിൽകുമാർ അയ്യപ്പൻ ആ സംവാദത്തിൽ പറഞ്ഞത് ഖുറാൻ ഒരു കോടതി ബാൻ ചെയ്തു എന്നാണ്. ഞാൻ എന്നിട്ട് ചോദിച്ചു ആ ഏത് കോടതിയാണ് ബാൻ ചെയ്തതെന്ന്. പുള്ളിക്ക് അതിന് ഉത്തരവില്ല. പുള്ളി എന്നതിന് ശേഷം ആദ്യം ഒന്ന് പുള്ളിയുടെ ഇന്റർനെറ്റ് സ്ലോ ആയതുകൊണ്ട് അതൊക്കെ ഇത് പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയ വീഡിയോ ആയിട്ട് ഞാൻ വീഡിയോ ഫുള്ളും എടുക്കുന്നില്ല, 1 മണിക്കൂറിലധികം ഉണ്ട്. അപ്പം ഇന്ദർ ശർമ്മ ആൻഡ് രാജ്കുമാർ എന്നാണ് കേസിന്റെ പേര്. മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോർട്ട് ലോഹത്ത് അല്ലെങ്കിൽ ലോറത്ത് എന്നും 2 സ്പെല്ലിങ്ങുകളുണ്ട്. 31 ജൂലൈ 1986 വന്ന ഒരു ഓർഡറാണ്. ഈ ഓർഡറിൽ യഥാർത്ഥത്തിൽ ഖുറാൻ ബാൻ ചെയ്യാനല്ല പറയുന്നത്. നേരെ തിരിച്ച് ഖുറാന്റെ ചില ആയത്തുകൾ ചില ആൾക്കാർ കോണ്ടെക്സ്റ്റുകൾ ഇല്ലാതെ പോസ്റ്ററായി അടിച്ചു വെച്ചു. അപ്പൊ അതിന്റെ പേരിൽ ചില ആൾക്കാർ പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തപ്പോൾ കോടതിയിൽ ഈ കേസ് വന്നു. ആ കോടതിയുടെ കേസിന്റെ ഭാഗമായി ഇവരെ അതിൽ ശിക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. എന്നിട്ട് പുള്ളി പറയുന്നത് ഭയങ്കര രസമാണ്. പുള്ളി പറയുന്നത് എന്നിട്ട് ഇത് രണ്ടും ഒന്നാണ്. ഏതായാലും പുള്ളിയുടെ ഈ പ്രസക്ത ഭാഗങ്ങൾ ഒന്നുകൂടെ കേൾക്കാം. നമുക്ക് ഒരുപാടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണണം, വീഡിയോ ഒക്കെ കണ്ടോട്ടെ. അദ്ദേഹത്തിന് വ്യൂവർഷിപ്പ് കൂടുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇത്ര പച്ച കള്ളം പറഞ്ഞ് പിടിക്കുന്നതിന് ഒരു മിനിമം ഇത് വേണ്ടേ? എന്നാൽ എനിക്ക് തെറ്റിപ്പോയതാണ്, ഞാൻ ബാൻ ചെയ്തു എന്നല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ കോടതി ബാൻ ചെയ്തു എന്ന് വീണ്ടും കള്ളം പറയാൻ എന്തെങ്കിലും ഒരു സത്യസന്ധത വേണ്ടേ? നമുക്ക് പ്രതികൾ പറഞ്ഞതൊക്കെ സത്യമാണെന്നും അതുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കാൻ നിർവാഹമില്ലെന്നും പറഞ്ഞാണ് കോടതി ആ പ്രതികളെ വെറുതെ വിടുന്നത്. പ്രതികൾ പറഞ്ഞതെന്താണ്? ഈ ആയത്തുകൾ ഖുറാനിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന്. അപ്പോ ജഡ്ജി പറഞ്ഞെന്താണ്? പ്രതികൾക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല, അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ അവർ ചെയ്തത് അല്ലെങ്കിൽ പറഞ്ഞത് ശരിയായ കാര്യമാണെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആ 24 ആയത്തുകൾ ഖുറാനിൽ നിന്ന് നീക്കണം എന്ന് തന്നെയാണ് കോടതിയുടെയും അഭിപ്രായം. മിനിമം വിവരം വേണ്ടേ? ഒരു മിനിമം മണ്ടത്തരം പറയുമ്പോൾ ഒരു മിനിമം വിവരം വേണ്ടേ? അനിൽകുമാർ അയ്യപ്പൻ കോടതി വിധികളെക്കുറിച്ചും കോടതി വിവരങ്ങളെക്കുറിച്ചും എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒരാൾ ഇങ്ങനത്തെ മണ്ടത്തരം പറയൂ? അതായത് ഒരു കേസിൽ അവിടുത്തെ പ്രതികൾ വന്ന് പറയുന്ന കാര്യങ്ങൾ എല്ലാം ശരിയാണെന്ന് പറഞ്ഞാണോ കോടതി ഒരു വിധി പ്രഖ്യാപിക്കുന്നത്? ആ പ്രതികൾ പറയുന്നിരിക്കുന്ന അലിഗേഷൻ എല്ലാം ശരിയാണെന്ന്, അതായത് അവരുടെ അഭിപ്രായങ്ങൾ ശരിയാണെന്ന് സാധൂകരിച്ചാണോ കോടതി തീരുമാനം എടുക്കുന്നത്? കോടതി വ്യവഹാരങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ വേണ്ടേ? നമുക്ക് ആ വരികൾ ഒന്നുകൂടെ കേൾക്കാം. എന്താ ശരിക്കും കോടതി പറഞ്ഞതറിയാം? കോടതി പറഞ്ഞത് ഓൾറെഡി ഖുറാനിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവർ പറഞ്ഞത്. അതായത് ഇവർ ആ എഴുതി വെച്ചത്, അതുകൊണ്ട് ഇവർക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല. അതിനർത്ഥം ഖുറാൻ ബാൻ ചെയ്യണമെന്നാണോ? പ്രതികൾക്ക് ഖുറാനിലെ ഈ വരികൾ ബാൻ ചെയ്യണമെന്ന് അഭിപ്രായം കാണും, അതുകൊണ്ട് കോടതിക്ക് ഇതേ അഭിപ്രായങ്ങൾ ഉണ്ടെന്നാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തൊരു കള്ളമാണ് പറയുന്നത്. അതായത് ആ പ്രതികൾ ചില ആയത്തുകൾ റെക്കോർഡ് ചെയ്ത് ആ ആയത്തുകൾ അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യലായ ഡീകോണ്ടെക്സ്റ്റലൈസ്ഡായ സന്ദർഭവും സാഹചര്യത്തിൽ
നിന്നും അടർത്തി മാറ്റിയ ചില ആയത്തുകൾ കൊണ്ടുവന്നു. ആ ആയത്തുകളുടെ പേരിൽ ഇവരെ ശിക്ഷിക്കാൻ പറ്റില്ലെന്ന് കോടതി പറഞ്ഞാൽ അതിനർത്ഥം ആ പ്രതികൾക്ക് ഖുറാനിൽ ഈ വരികൾ ബാൻ ചെയ്യണമെന്ന് അതേ അഭിപ്രായം കോടതിക്കുണ്ടെന്നാണോ? കള്ളം പറയുമ്പോൾ എന്തെങ്കിലും ഒരു ലക്ഷണം വെച്ചൊക്കെ കള്ളം പറയണ്ടേ? നമുക്ക് ഒന്നുകൂടെ ആ വരികളിലേക്ക് എത്രമാത്രം ശ്രീ അനിൽകുമാർ അയ്യപ്പൻ ഈ വീഡിയോ ഒക്കെ ഇടുമ്പോൾ സ്വന്തമായിട്ടൊന്ന് നോക്കണം. പറഞ്ഞെന്താണ് ഈ ആയത്തുകൾ ഖുറാനിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആര് പറഞ്ഞത്? പ്രതികൾ പറഞ്ഞത്. ഡിജിറ്റൽ ചുമട്ട് തൊഴിലാളികളുടെയും ഇസ്ലാമിക ന്യായീകരണ ഫാക്ടറിക്കാരുടെയും സകല കള്ളത്തരങ്ങളെയും ഒറ്റയടിക്ക് ചവറ്റുകൊട്ടയിൽ അറിയുന്ന ചരിത്രപരമായ നിയമരേഖയാണ് കോടതിയുടെ ഈ നിരീക്ഷണം. എൻ്റെ അനിൽകുമാർ അയ്യപ്പ, 1986 കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഖുറാനിന്ന് ആയത്തുകൾ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ വസീം റിസ്വിക്ക് 50,000 രൂപ ഫൈനാണ് സുപ്രീം കോടതി അടിച്ചത്. കോടതികളിൽ, അതായത് ഒരു കീഴ്ക്കോടതിയുടെ വിധിയല്ല, സുപ്രീം കോടതിയുടെ വിധിയല്ലേ ഏറ്റവും പ്രധാനം. സുപ്രീം കോടതി അയാൾക്ക് 50,000 രൂപ ഫൈൻ അടിച്ചു. പ്രതികൾ പറഞ്ഞതൊക്കെ സത്യമാണെന്നും അതുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കാൻ നിർവാഹമില്ലെന്നും പറഞ്ഞാണ് കോടതി ആ പ്രതികളെ വെറുതെ വിടുന്നത്. പ്രതികൾ പറഞ്ഞതെന്താണ്? ഈ ആയത്തുകൾ ഖുറാനിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന്. എനിക്ക് പറഞ്ഞു തരാൻ പോലും പറ്റാത്തത്ര വലിയ മണ്ടത്തരമാണ് പറയണത്. ഈ മണ്ടത്തരം പറയുമ്പോഴും മിനിമം ഒരു സ്റ്റാൻഡേർഡ് കാണിക്കണ്ടേ? അതായത് ഞാനത് ശരി, അനിൽകുമാർ അയ്യപ്പൻജിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. കോടതി ഇവർ ചെയ്ത കാര്യത്തിൽ ഒരു ക്രിമിനൽ ആക്ഷൻ എടുക്കില്ല എന്ന് കണ്ടുകൊണ്ട് ഇവരെ വെറുതെ വിടുകയാണ്. അതിനർത്ഥം കോടതി ഇവർക്ക് ബാൻ ചെയ്യണമെന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ അതിനെ ശരിവെക്കുകയല്ല. മിനിമം ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ധാരണയും മറ്റും വേണം. അതുകൊണ്ട് ആരെങ്കിലും നിയമ പണ്ഡിതനോട് ചോദിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണം. ഇദ്ദേഹം പറഞ്ഞ ഈ വീഡിയോ ഫുള്ളുണ്ട്. ഒരുപാട് എന്നെക്കുറിച്ച് ആരോപണങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറയുന്നില്ല എന്നതിൻ്റെ കാരണം അദ്ദേഹത്തിന് ഒരിക്കൽ തോറ്റേൻ്റെ ക്ഷീണവും ഒരിക്കൽ തോറ്റമ്പിയതിൻ്റെ ക്ഷീണവും തേഞ്ഞൊട്ടിയതിൻ്റെ ക്ഷീണവും ഒക്കെ കാണും. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത്. അദ്ദേഹത്തിനെതിരെ വ്യാപകമായി പല ആൾക്കാരും ക്രിസ്ത്യാനികളടക്കം വിമർശനം ഉന്നയിച്ചു. ശ്രീ അനിൽകുമാർ അയ്യപ്പൻ മനസ്സിലാക്കേണ്ടത് രാഹുൽ ഈശ്വർ പറയുന്നതാണ് ക്രിസ്ത്യൻ പൊസിഷൻ. ശ്രീ അനിൽകുമാർ അയ്യപ്പൻ എന്തായാലും പോപ്പിനേക്കാൾ വലിയൊരാളൊന്നും അല്ലല്ലോ. ശ്രീ പോപ്പ് അടക്കം വത്തിക്കാൻ്റെ ഔദ്യോഗിക രേഖ വെച്ച് പരിശുദ്ധ ഖുറാനിലും പരിശുദ്ധ ബൈബിളിലും പറഞ്ഞിരിക്കുന്ന ഈസാ നബി അഥവാ യേശു ക്രിസ്തു ഒരാളാണെന്ന് പോപ്പുണ്ട്. പോപ്പിൻ്റെ സ്റ്റാൻഡാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അല്ലെങ്കിൽ ആംഗ്ലിക്കൻ ബിഷപ്പിൻ്റെ സ്റ്റാൻഡുകളുണ്ട്. ഇതെല്ലാം പരിശുദ്ധ ബൈബിളിലെയും ഖുറാനിലെയാണ്. ഇതുപോലത്തുള്ളവരുടെ എല്ലാം സ്ഥിരം, അതായത് ആഴമേറിയ റിസർച്ച് ഒന്നുമില്ലാതെ വാട്സപ്പിൽ മാത്രം ജീവിക്കുന്നവരുടെ വലിയൊരു പ്രശ്നം എന്താ അറിയാമോ? വാട്സപ്പ് യൂണിവേഴ്സിറ്റി വരുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഓക്കെയാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയും യെയിലും ഒന്നും ഓക്കെ അല്ല. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയും യെയിലും അവരുടെ അപ്പുറത്ത് നെയ്ബർഹുഡിലുള്ള യേശുവിൻ്റെ കഥയല്ല പറയുന്നത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയോ യെയിലോ അല്ലെങ്കിൽ കേംബ്രിഡ്ജോ ഏതെങ്കിലും അപ്പുറത്ത് കിടക്കുന്ന യേശുവിന്റെ അല്ല, ബൈബിളിലെ യേശുവിനെ കുറിച്ച് പഠിച്ച് ഖുറാനിലെ യേശുവിനെ കുറിച്ച് പഠിച്ച് അതിൽ ആഴത്തിൽ ഗവേഷണം നടത്തി റിസർച്ച് നടത്തി അവർ കണ്ടെത്തുന്ന നിഗമനങ്ങളാണ്. ശ്രീ അനിൽകുമാർ അയ്യപ്പന്റെ കയ്യിൽ മാത്രമല്ലല്ലോ ബൈബിൾ ഉള്ളത്. അതാ ഇവിടെ ഇരിപ്പുണ്ട്. ലോകത്ത് എല്ലായിടത്തും ബൈബിളും ഖുറാനും ഉണ്ടല്ലോ. ആ ബൈബിളിനെ കുറിച്ച് പഠിച്ച പണ്ഡിത മതമാണ്. ആ ബൈബിളിന്റെ മേളിൽ നിങ്ങൾക്ക് യാതൊരു കുത്തവകാശം ഉണ്ടെന്ന് വിചാരിക്കണം. യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ മൂത്ത്, മുസ്ലിം വിരോധം മൂത്ത്, ഭ്രാന്തെടുത്ത് മതഭ്രാന്താകുന്ന ആൾക്കാരാണ്. ഇതിനെ പോപ്പാണ് ഏറ്റവും എതിർക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ നല്ല ഹിന്ദു നേതാക്കളാണ് എതിർക്കുന്നത്. ഇതേപോലെ ഇസ്ലാമിസ്റ്റ് തീവ്രതയുണ്ട്. അതുകൊണ്ട് ഇത്തരം കൃസംഗിത്തരം ഒന്നും പറഞ്ഞ് പോയിട്ട് യാതൊരു കാര്യവുമില്ല. ഇനിയാണെങ്കിലും പബ്ലിക്കലി ഞാൻ വെല്ലുവിളിക്കുകയാണ്. 10 ലക്ഷം രൂപ ഞാൻ പബ്ലിക്കലി കൈമാറും. അതിൽ ഒരു വരിയെങ്കിലും ബാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോടതി വിധി ബാൻ ചെയ്യണമെന്നാണെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തരും. ആ വെല്ലുവിളി നിങ്ങൾ ഇനി ഏറ്റെടുക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത് നിങ്ങളാണ്. എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് ഞാൻ അവിടെ ശ്രീ അനിൽകുമാർ അയ്യപ്പൻ മറുപടി പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. എന്തെങ്കിലും ബൗദ്ധിക ഓണസ്റ്റി ഉണ്ടെങ്കിൽ എന്നോട് കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾ അവിടെ ബബ്ബ അടിച്ച പോർഷൻ മാത്രം മാറ്റിയിട്ട് കാണിക്കൂ. അതായത് ഈ വിധിന്യായത്തെക്കുറിച്ച് പോലും കള്ളം പറയാൻ ഒരു മടിയും കാണിക്കാത്ത വ്യക്തിയാണ് താങ്കളും തിരിച്ചറിയണം. ഞാൻ ഒരു സംവാദവും വിജയിച്ചോ തോറ്റു എന്ന് പറയുന്ന വ്യക്തിയല്ല. ഞങ്ങൾ ശ്രീനാരായണ ഗുരുദേവനിൽ വിശ്വസിക്കുന്നവരാണ്. അതായത് വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനുമാണ് സംവാദം. ഈ സംവാദം ലൈവ് കിടപ്പുണ്ട്, ആർക്കും കാണാം. പക്ഷേ ഇതിൽ ആരാണ് യഥാർത്ഥത്തിൽ ബബ്ബ അടിച്ചതെന്നും മുട്ടിടിച്ചതെന്നും ലോകത്തിൽ എല്ലാവർക്കും മനസ്സിലാവും. ശ്രീ അനിൽകുമാർ അയ്യപ്പൻജി ഒന്നുകൂടെ എടുത്ത് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോഴും എൻ്റെ ഓഫർ ഇതാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും കോടതി ഖുറാൻ ബാൻ ചെയ്തു, അല്ലെങ്കിൽ ഖുറാൻ ബാൻ ചെയ്യണമെന്നോ ഖുറാനിലെ വേഴ്സ് ബാൻ ചെയ്യണമെന്നോ പറഞ്ഞാൽ 10 ലക്ഷം രൂപ അങ്ങനെ കാണിച്ചു തരണം. അങ്ങനെയാണ് നിങ്ങളുടെ ധാരണ എന്ന് പറഞ്ഞാൽ പോരാ, അങ്ങനെയാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ പോരാ. അവരെ വെറുതെ വിട്ടല്ലോ, അപ്പോൾ അവരുടെ അഭിപ്രായം തന്നെയായിരിക്കും കോടതിക്കെന്ന് പറഞ്ഞാൽ പോരാ. 10 ലക്ഷം രൂപ. ഇത് ശ്രീ അനിൽകുമാർ അയ്യപ്പന് മാത്രമല്ല, എല്ലാ ഇസ്ലാമോഫോബുകൾക്കും ഇസ്ലാമോഫോബിയ ബാധിച്ചവർക്കും എൻ്റെ ഓപ്പൺ ഓഫറാണ്. 10 ലക്ഷം രൂപ നിങ്ങൾക്ക് ഞാൻ തരും. എവിടെയാണ് ഏതെങ്കിലും കോടതിയിൽ ഖുറാൻ ബാൻ ചെയ്യണമെന്നോ ഖുറാനിലെ വേഴ്സ് ബാൻ ചെയ്യണമെന്നോ കോടതി കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഓഫർ എടുക്കുക, ആ വെല്ലുവിളി ഏറ്റെടുക്കുക.